ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ശ്രമിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു നല്ല മാറ്റങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ സ്ഥിരമായിട്ട് ഇല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എവിടെയൊക്കെയോ കുറേ മുറിവുകൾ ഉണങ്ങാനുണ്ട്. നിങ്ങളുടെ മനസ്സിലെ ചില മുറിവുകളായിരിക്കാം നിങ്ങൾക്ക് ഒന്നും നേടിത്തരാൻ സമ്മതിക്കാത്തത്. സോ അതാണ് നമ്മളുടെ ഈ ഒരു സീരീസിൻ്റെ കാരണം തന്നെ. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഹീലിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? എന്താണ് ഹീലിംഗ്? എങ്ങനെയുള്ളവരാണ് ഹീലിംഗ് ചെയ്യേണ്ടത്? ഹീലിംഗ് ചെയ്യാത്തവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞത് ഈ ഒരു സീരീസിൻ്റെ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ ഒരു പോഡ്കാസ്റ്റ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ഈ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് നിങ്ങൾ വരിക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫോളോ അപ്പ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് ഹീലിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെ ഹീൽ ചെയ്ത് തുടങ്ങാം എന്ന് പറയുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ബിക്കോസ് അത് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്. ആളുകൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ആഗ്രഹമുണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വേണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ ഈ ഹീലിംഗ് എന്ന് പറയുന്ന കാര്യം, അതായത് അവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ ഏറ്റിട്ടുള്ള ഈ ഒരു മുറിവുകൾ ഉണക്കാൻ തയ്യാറല്ല. അത് അവർ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കും. അത് ശരിയായിക്കോളും എന്നുള്ള ആ ഒരു വിചാരം, അല്ലേ? ശരിയാണ്, പല മുറിവുകളും കാലമുണക്കും. പക്ഷേ ചിലതൊക്കെ അങ്ങനെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ഒരു മുറിവിനെ ഉണക്കണമെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ. രണ്ടാമതായിട്ട് ആളുകൾക്ക് സമാധാനം വേണം. പക്ഷേ ആളുകൾ ജീവിക്കുന്ന ഒരു കയോസിലായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും, ഉള്ളിൽ പൊട്ടിത്തെറികളായിരിക്കും അവരുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക. മൂന്നാമതായിട്ട് അവർക്ക് നല്ല റിലേഷൻഷിപ്പുകൾ വേണം, സ്നേഹം വേണം. പക്ഷെ അവർ വിചാരിക്കുന്നത് അവർക്കതിനൊന്നും അർഹതയില്ല എന്നുള്ളതാണ്. പിന്നീട് എല്ലാവർക്കും ഉള്ളൊരു കോമൺ പ്രോബ്ലമാണ് സമൃദ്ധി വേണം, സന്തോഷം വേണം, ഐശ്വര്യം വേണം, പണം വേണം, ലക്ഷറി വേണം. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് പേടിയാണ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ലൈഫ് ജീവിച്ചു പോയാൽ മതി എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അൺഹീൽഡ് പെയിൻ, അതായത് ഈ ഉണങ്ങാത്ത മുറിവുകൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഓരോ ഏരിയയെയും അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ബന്ധങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ തീരുമാനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ സമാധാനത്തെയും അഫക്റ്റ് ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് അത് അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളെ മൊത്തത്തിലാണ്. അങ്ങനെ നിങ്ങളെ തന്നെ വേറൊരു വ്യക്തിയാക്കി മാറ്റാൻ നിങ്ങളുടെ മനസ്സിലെ ഉണങ്ങാത്ത മുറിവുകൾക്ക് സാധിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇന്നർ വേൾഡ്, നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഈ ഒരു മുറിവുകൾ, അതിൻ്റെ വേദനകളൊക്കെ പതിയെ പതിയെ നിങ്ങളുടെ ഔട്ടർ റിയാലിറ്റി ആയിട്ട് മാറുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹീലിംഗ് നടത്തിയില്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഹീലിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ. അതായത് നിങ്ങളുടെ ഔട്ടർ വേൾഡ്, നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു ലോകം എന്ന് പറയുന്ന മൊത്തത്തിൽ നിങ്ങൾക്ക് പേടി, കുറേ നാണക്കേടുകൾ, ദേഷ്യം, കുറ്റബോധം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള മുറിവുകൾ, അത് തുടർന്ന് വലിയ പ്രശ്നങ്ങളായിട്ട് മാറുകയും ലാസ്റ്റ് നിങ്ങളുടെ ലൈഫിലെ ഓരോ ഏരിയയിലും നിങ്ങൾക്ക് ബ്ലോക്കേജ് അനുഭവപ്പെടുകയും ചെയ്യും. എന്ത് ചെയ്താലും തടസ്സം, ഒന്നും മുന്നോട്ട് പോകുന്നില്ല. എന്ത് കാര്യം തുടങ്ങി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ പഴയ അവസ്ഥയിൽ വന്ന് നിൽക്കും. കൂടുതൽ വേദനിക്കപ്പെടും, കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കും, കൂടുതൽ നാണക്കേടുകൾ അനുഭവിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ, എൻ്റെ ലൈഫിൽ ഇതേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഇനിയൊരു നല്ല ജീവിതം പറഞ്ഞിട്ടില്ല, എൻ്റെ ലൈഫിൽ ഇതാണ് എന്ന് നിങ്ങളങ്ങ് വിശ്വസിക്കും. ആക്ച്വലി നിങ്ങളുടെ ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കാത്ത ഒരു തീരുമാനമാണ്. അതായത് നിങ്ങളെ ഹീൽ ചെയ്യാം, അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാം, സ്വയം ഹീൽ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾ ഭയങ്കര മടിയനാണ്, മടിച്ചിയാണെന്നൊക്കെ. ശരിക്കും അതായിരിക്കില്ല. കാരണം നിങ്ങൾ ഇമോഷണലി വളരെയധികം എക്സോസ്റ്റഡ് ആയിരിക്കും. മാനസികമായിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങളുടെ എനർജിയെ കംപ്ലീറ്റ്ലി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ തോന്നിയേക്കാം ചില ആളുകൾ വളരെ റഫ് ആൻഡ് ടഫാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. പക്ഷേ അതായിരിക്കില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു മുറിവുകളായിരിക്കും, നിങ്ങൾ ഡീപ്ലി ഹേർട്ടായിരിക്കും. വളരെയധികം ആഴത്തിലുള്ള മുറിവ് നിങ്ങളെ പല കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ നിന്നാൽ മതി എന്ന് വിചാരിക്കുന്നുണ്ട്. ചില ആളുകൾ വളരെ ടഫായിട്ടിരിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു പെയിൻ കാരണമാണ്. ഓക്കെ, മേ ബി നിങ്ങളും അങ്ങനെ ഒരാളായിരിക്കാം. നിങ്ങളിവിടെ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഹീലിംഗ് ചെയ്യാൻ റെഡിയായില്ലെങ്കിൽ, നിങ്ങളെ സ്വയം നിങ്ങളുടെ മുറിവുകൾ ഉണക്കാൻ തയ്യാറായില്ല എങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ മൊത്തത്തിൽ പുറമേയുള്ള നിങ്ങളെയും
മറ്റുള്ളവർ കാണുന്ന നിങ്ങളെയും ഒക്കെ അത് മാറ്റിക്കളയും. നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്ന ആ ഒരു രീതിയെ മാറ്റിക്കളയും. നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു മുറിവുകളായിരിക്കും തീരുമാനിക്കുക. നിങ്ങളെങ്ങനെ സ്നേഹിക്കണം, നിങ്ങളെങ്ങനെ വിശ്വസിക്കണം ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ബ്ലെസ്സിങ്ങുകൾ ഇനി കിട്ടണം, നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള അനുഗ്രഹങ്ങളെ പോലും തകർത്ത് കളയുന്ന ഒരു വലിയ പ്രശ്നമാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഉണങ്ങാത്ത മുറിവുകൾ. പലപ്പോഴും പ്രപഞ്ചമല്ല നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ എത്തിക്കാത്തത്. ആ ഒരു അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള അവസ്ഥ നിങ്ങൾക്കില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പെയിനുകൾ നിങ്ങളെ തന്നെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നിങ്ങൾ വലിയൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എത്ര വലിയ പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളതെങ്കിലും ഹീലിംഗ് എന്ന് പറയുന്നത് പോസിബിളാണ്. നിങ്ങൾ എത്രത്തോളം തകർന്നു പോയിട്ടുണ്ടെങ്കിലും ടയേർഡ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിന് എത്രത്തോളം ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്കിപ്പോൾ എന്ത് ഫീൽ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഹീലിംഗ് എന്ന് പറയുന്ന കാര്യം നിങ്ങളെ സ്വയം ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ഫ്രീ ആവുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഫ്രീ ആവുക. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഇപ്പോൾ മറ്റുള്ള ആളുകളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നതും നിങ്ങൾ അതിൻ്റെ പേരിൽ വേദനിച്ചിരിക്കുന്നതും കാണാം. അതായത് നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ അവർ ഓർമ്മിക്കുന്ന പോലും ഉണ്ടാവില്ല. നിങ്ങളാണ് ആ ഒരു പെയിൻ കൊണ്ട് നടക്കുന്നത്. സോ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആവാനായിട്ട് നിങ്ങൾക്ക് ഹീലിങ്ങിലൂടെ സാധിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ, നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്താൻ, നിങ്ങൾക്ക് സ്വയം ഫ്രീ ആവാനൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് എങ്ങനെ സ്വയം ഹീൽ ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും, എങ്ങനെയാണ് ശരിക്കും ഹീലിംഗ് വർക്ക് ചെയ്യുന്നത്, എത്ര നാളെടുക്കും ഹീലിംഗ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. കാരണം അവെയർനെസ് എന്ന് പറയുന്നതാണ് എന്ത് കാര്യവും അച്ചീവ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഹീലിംഗ്. ഹീലിംഗ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, ഹീലിംഗ് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്നത് തന്നെ ഈ ഒരു ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെയാണ്. ഇതിൻ്റെ കൂടി ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം. ഹീലിംഗ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് കാണാം. ബൈ.